പലപ്പോഴും ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിനും മറ്റ് ഡിസ്കംഫർട്ടൊക്കെ ആയിട്ടായിരിക്കും എണീറ്റ് വരുന്നുണ്ടാവുക. വേറെ മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സെലക്ഷൻ ഓഫ് ബെഡ്. അതായത് എപ്പോഴും ബെഡ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫേംനെസ് ഉള്ള ബെഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വല്ലാതെ കട്ടിയുള്ളതോ അല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് സെലക്ഷൻ ഓഫ് പില്ലോ. അതായത് പലപ്പോഴും വലിയ സൈസുള്ള പില്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ പില്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ആദ്യം നെക്ക് സ്ട്രെയിനും പിന്നെ അതേ തുടർന്ന് ബാക്ക് സ്ട്രെയിനും മറ്റു ബുദ്ധിമുട്ടുകളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും കിടന്നുറങ്ങുന്നുണ്ടാവുക ഫോൺ സ്ക്രോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക, ഫോൺ നോക്കിയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക. പലപ്പോഴും എങ്ങനെയാണോ നമ്മൾ നോക്കിയിട്ടുണ്ടാവുക അതേ പോസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഉറങ്ങിയും പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ആ ഫോൾട്ടി ആയിട്ടുള്ള പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് ഉറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്താലും മറ്റ് ആക്ടിവിറ്റീസ് ആയാലും ഒരേ ഫോൾട്ടി ആയിട്ടുള്ള പോസ്റ്ററിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അതുമൂലം ബാക്ക് പെയിനും മറ്റ് ഡിസ്കംഫർട്ടും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്ക് പെയിൻ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ഹോം റെമഡീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോവർ ബാക്കിൽ ചെറിയ ഹോട്ട് വാട്ടർ ബാഗ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ജെന്റിൽ ആയിട്ടുള്ള സ്ട്രെച്ചസ്, മൂവ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്ത് ടോൺ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം.